ഓക്കെ, എന്തായാലും 10-0-2-12 ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് നോക്കാം. അപ്പം യെസ്, കാൻറ്റോണ ബൂസ്റ്റർ കൊടുത്തിട്ടുള്ളത്, ടെക്നിക്കാണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ കുഴപ്പമില്ല, സബ്സ്ക്രൈബർ അക്കൗണ്ടാണ്. അപ്പം പുള്ളിക്കാരൻ ആകെ ഉണ്ടാകുക ഒന്നാം തോന്നും കൊടുത്തു. ഓക്കെ, കാൻറ്റോണ ഫസ്റ്റ് ഷോട്ട്, പക്ഷേ റൈസിങ് ഷോട്ടാണ്, ഒരു കാര്യമില്ലാണ്ടായി പോയിച്ചേ. ഓക്കെ, കാൻറ്റോണ നൈസ് ടേൺ ആൻഡ് റൺ, ഡബിൾ ടച്ച്, ബൂം. അവിടെ നട്മെഗ് അങ്ങാണ്ടല്ലോ പോയി. സെക്കൻഡ് പ്ലെയറിൻ്റെ നട്മെഗ് എന്തോ ആയിട്ടാണ് പോയത്. സ്കിഡിൽ ഇത് നോർമൽ സെലിബ്രേഷൻ ആണല്ലോ, ഇതെല്ലാവരും ഇടുന്നതല്ലേ. ഓക്കെ, എറിക് കാൻറ്റോണ, ബാക്ക് ടു കാൻറ്റോണ. ഓക്കെ, റൺ, ഡബിൾ ടച്ച് ആൻഡ് ബൂം. അവിടെ ഇത് കിടിലല്ലോ, 2 ഷോട്ട് 2 ഗോളാ, അല്ല 3 ഷോട്ട് വലിയ 2 ഗോളല്ലേ. പക്ഷെ 2 കിട്ടിലും ഗോളാട്ടോ. ഡബിൾ ടച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ബോൾ. ഓക്കെ, ഫോർലാൻ, കാൻറ്റോണ ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഇല്ല, എപ്പോഴും നടക്കൂല എന്ന് തോന്നുന്നു, ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാൻറ്റോണ, ബാക്ക് ടു കാൻറ്റോണ, ലെറ്റ്സ് ഗോ, ഡബിൾ ടച്ച്, ഷൂട്ട്. ഞാൻ ഈ മാച്ചിൽ തന്നെ എത്ര ഡബിൾ ടച്ച്. ഓക്കെ, ഫോർലാൻ, പാസ് ആൻഡ് മൂവ്, ബാക്ക് ടു ഫോർലാൻ, നൈസ്. ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് സീനാണ്, അതുവരെ കാര്യം. ഓക്കെ, ഈസി ഗോളാണ്. കാൻറ്റോണ നല്ല ലിങ്കപ്പ് പ്ലെയർ ആണെന്ന് തോന്നുന്നു, നല്ലതായിട്ട് 1 ടച്ച് ഇട്ട് കളിക്കാനുണ്ട്. 2CFിലായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു, അറിയില്ല, 1CF കളിച്ച് നോക്കണം. ഫോർലാൻ, കാൻറ്റോണ ഡബിൾ ടച്ച് ആൻഡ് ഷൂട്ട്. എന്നോട് സേവ് ചെയ്തേ. ഓക്കെ, മെസ്സി, വൈറ്റ്, കാൻറ്റോണ, ഫസ്റ്റ് ഹെഡർ ആയിരുന്നു, പക്ഷെ അത് പുറത്തേക്കാണ് പോയത്. ഓക്കെ, മെസ്സി, അനദർ ചാൻസ് ഫോർ എ ക്രോസ്, കാൻറ്റോണ, യെസ്. അങ്ങനെ ഒരു ഹെഡും കൂടി സ്കോർ ചെയ്യണ്ടായി. ഈ കളിയിൽ എല്ലാം സ്കോർ ചെയ്തെന്ന് തോന്നുന്നു ഏകദേശം. ഇനിയൊന്നും സ്കോർ ചെയ്യാനില്ല, ഇനി അക്രോബാറ്റിക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ, ബാക്ക് ടു കാൻറ്റോണ. അങ്ങനെ തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഓ, ഫസ്റ്റ് ഗോള് അത് 6-ാം മിനിറ്റിൽ തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. സെക്കൻഡ് മാച്ചിലെ ഫസ്റ്റ് ഗോള് സീൻ കളിയാലും ഇവൻ. എനിക്ക് അടിപൊളി, ഫസ്റ്റ് മാച്ചിൽ നല്ല കളിയായിരുന്നു, 4 സ്കോർ ചെയ്തു. സെക്കൻഡ് മാച്ചിൽ ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, കാൻറ്റോണ നല്ല ടേണ്, ഡബിൾ ടച്ച്, ഓ പെർഫെക്റ്റ് ഗൈസ്. പക്ഷേ റൈസിങ് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടെ, ഒരു പവർ കുറവാണ്. ഫിനിഷിങ് 90 അങ്ങനെ എന്തോ ഉള്ളൂ. ഓക്കെ, കാൻറ്റോണ വീണ്ടും ഒരു ഇല്ലടാ. നെയ്മർ, മെസ്സി, പാസ് കാൻറ്റോണ ആൻഡ് ഡബിൾ ടച്ച്. ആടാ അതിങ്ങനെയാടാ, ഈ പവർ കുറവാണ്ടാണോ അറിയില്ല ഗൈസ്, അതൊക്കെ എങ്ങനെയാടാ സേവ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു പവർ കുറവാന്ന് തോന്നുന്നു ഷൂട്ടിനൊക്കെ, ഫിനിഷിങ് അത്ര പോരാന്നെല്ലാം തോന്നുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, വെക്കറിയ, കാൻറ്റോണ, ടേൺ, ഷോട്ട്, അടിച്ച് പൊളിച്ച് കളഞ്ഞല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, പക്ഷേ ഫിനിഷിങ് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഡബിൾ ടച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, പക്ഷേ എടാ ഫസ്റ്റ് 3-ാമത്തെ മിനിറ്റിൽ തന്നെ നല്ല ടേണ്, നല്ല ഡബിൾ ടച്ച് ഷോട്ട്. പക്ഷേ കാൻറ്റോണ നൈസ് വൺ, ബൂം. അതേ തറ അടിച്ച് പൊളിച്ച് കളഞ്ഞ സെക്കൻഡ്. ഇതാണ് ഇത് നോർമൽ അല്ലേ, സെലിബ്രേഷൻ കാണുന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല. കാൻറ്റോണ ടേണ്, ഓഹോ നൈസ്, ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട്. അതൊക്കെ എങ്ങനെ പുറത്തടിക്കുന്നത്? എങ്ങനെയാലും 90 ഫിനിഷിംഗ് ഇല്ലേ, അതങ്ങ് കാണിക്കണ്ടേ. ഫിനിഷിങ് പോരാ. മെസ്സി, ഫോർലാൻ, കാൻറ്റോണ, ടേണ്, ഷോട്ട്, പോസ്റ്റ്. ഇവൻ്റെ ഫിനിഷിങ് അത്ര പോരടാ. ഓക്കെ, ദിസ് ടൈം പ്ലീസ് റാ സ്കോർ ചെയ്യ്, കമോൺ. ഇതെന്താ ഇത് പുറത്തടിച്ച് കളിക്കുന്നവൻ? ഞാൻ കുറേ ഉൾക്കൊള്ളിക്കുന്നില്ല, കുറേ ലെങ്ത് ആവുന്നതുകൊണ്ട്, പക്ഷെ ഇത് കുറേ പുറത്തടിക്കാന്നല്ലോടാ. ഓക്കെ, ഫോർലാൻ, കാൻറ്റോണ ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട്. ആ ഒരു നല്ല ഷോട്ടായിരുന്നു. ഞാൻ ഫോർലാൻ, കാൻറ്റോണ, ഓ ദിസ് ടൈം പ്ലീസ്.
എടി ഇതെന്ത് ഫിനിഷിംഗ് ആണ് ഇവൻ്റെ. പവർ ഇല്ല കൈസ്, തീരെ പവർ. മെസ്സി, കാൻറ്റന, ടേണ്, ഷൂട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നെയ്മറിന് ഇട്ടിട്ടുണ്ട്. കാൻറ്റന റണ്ണി, കമോൺ, ടേൺ ആൻഡ് ഫിനിഷ് ദിസ് ടൈം പ്ലീസ്. യെസ്, അവിടെ നല്ല പണിയുണ്ട്. ഇവൻ എപ്പോൾ ഒന്നും സ്കോർ ചെയ്യുന്നൊന്നുമില്ല, അടുത്തുനിന്നൊക്കെ അടിച്ച് പുറത്തേക്ക് കളിയാണ്, മണ്ടൻ കളിയാണ് കളിക്കുന്നത്. പക്ഷെ അത്യാവശ്യം റൺ ചെയ്യുന്നുണ്ട്, ഡീപ് ലൈൻ ഫോർവേഡാണ്. ഓക്കെ ഗൈസ്, ഇത് 1CFലാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. ഞാൻ ഫുള്ള് ഇടലില്ലല്ലോ എന്തായാലും. ഏടം ഓക്കെ, വിയറ, ഫോർലാൻഡ്, ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട്. മോനെ ഇതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ മര്യാദയ്ക്ക്. ബോൾ കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ ടച്ചൊക്കെ സ്കോർ ചെയ്യുന്നത്. ബിക്കോസ് അപ്പം അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഡീപ് ലൈൻ ഫോർവേഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലേയിങ് സ്റ്റൈലിലായതുകൊണ്ട് തന്നെ അതിനെക്കാട്ടും എന്തോ ഒരു അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് ഗോൾ പോസ്റ്റ് കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടില്ല, നോർമൽ എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത സ്കില്ലൊന്നുമില്ല, നോർമൽ എല്ലാം ആയിട്ടാണുള്ളത്. ബൂസ്റ്റിങ് ടെക്നിക്കാണ് കൊടുത്തത്. പക്ഷെ അത് വേറെ ഏതെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. മിനിമം സ്പീഡ് വരുന്ന ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എജിലിറ്റി എല്ലാം അടിപൊളിയായിരിക്കും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അടുത്തുനിന്നൊക്കെ അടിച്ച് പുറത്തേക്ക് കളയുന്നുണ്ട്. ഞാൻ കേളൊക്കെ ചെയ്തിട്ട് സേവ് ചെയ്യുന്നതെല്ലാം ഉണ്ട് ഈ വീഡിയോയിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് ആണ്, വലിയ അടിപൊളി എന്നൊന്നും പറയാനില്ല. യൂസ് ചെയ്യാം, നിങ്ങൾക്കൊരു നല്ല CF അവിടെ റുമ്മി, എറ്റോ അങ്ങനത്തെ ആരും ഇല്ല, എംബാപ്പേൻ്റെ നല്ല കാർഡൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല, ഒരു ആവറേജ് കാർഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്, അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ ഞാൻ കൊടുക്കുന്ന പ്രോഗ്രഷൻ പോയിൻറ്റ്സ് എൻ്റെതായ രീതിയിൽ എനിക്ക് പറ്റിയ ആ ഒരു ഇതിൽ ഞാൻ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഒരാളോട് ഞാൻ അത് ചെയ്തോ അത് അടിപൊളിയാണെന്നൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാറ്റുക. അത് കമൻറ്റ് ചെയ്ത് എന്ത് ഊളയാണ്, എന്ത് ഇതാണ് അതാണ് അത് പറയേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യണ്ട, ഞാനിപ്പോൾ ചെയ്യണമെന്ന് ഒരാളത്തും നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ്.